നമസ്തേ. ഹിന്ദു മതം, ധർമ്മം, ദേശീയത, സംസ്കാരം ഇത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എടുത്തിരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് സിന്ധു നദീതട സംസ്കാരമുള്ള അല്ലെ സിന്ധു നദീ തീരത്ത് താമസിക്കുന്ന ജനവിഭാഗങ്ങളെ മറ്റുള്ള രാജ്യക്കാർ വിളിച്ചിരുന്നൊരു പേരാണ് ഹിന്ദു എന്ന്. സ പിന്നീട് ഹ ഐ എന്നുള്ള രീതിയിലൊക്കെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ. കുറേയൊക്കെ അങ്ങനെയാണ്, കാരണം നമുക്ക് പേര് വിളിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാനാണല്ലോ. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പേര്. നമ്മുടെ പേര് നമുക്ക് വേണ്ടിയുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ പേര്. അതേപോലെ തന്നെയാണ് മറ്റുള്ളവർ ഒരു രാഷ്ട്രത്തിലെ ജനതയെ വിളിച്ചിരുന്ന ഒരു പേരാണ്. പിന്നെ അതിനൊരു ഒരു സാമാന്യമായിട്ടുള്ള ഒരു നിർവചനം, ഒരു ശ്ലോകം പറഞ്ഞു, ആസിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദു രീതി സ്മൃത. അതായത് ഈ സിന്ധു സാഗരമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭൂവിഭാഗത്ത് താമസിക്കുന്നവരിൽ ആരാണോ ഈ ശ്രേഷ്ഠ ഭൂമിയെ പുണ്യഭൂമിയായും പിതൃഭൂമിയായും കരുതുന്നത് അവരൊക്കെയാണ് ഹിന്ദുക്കൾ എന്നുള്ള രീതിയിലും പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഒരു ഭൂവിഭാഗത്തിലെ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ, പൗരാണിക ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അധിവസിക്കുന്ന ജനങ്ങളെയൊക്കെ മൊത്തത്തിൽ വിളിച്ചിരുന്നൊരു പേരാണ് ഹിന്ദു എന്നുള്ളത്. അല്ലാതെ അതൊരു കേവലമായിട്ടുള്ള ഒരു മത പേരായിരുന്നില്ല. അങ്ങനെ ഒരു സംസ്കാരത്തെ, ഒരു രാഷ്ട്രത്തെയൊക്കെ വിളിച്ചിരുന്നതാണ്. അതായത് സനാതന എന്ന് വിളിക്കും, ആർഷ എന്ന് വിളിക്കും, അങ്ങനെ ഭാരതീയർ എന്ന് വിളിക്കും. അപ്പോൾ ഭാരതീയ എന്നുള്ള പേര് പോലെ തന്നെയാണ് ഹിന്ദു എന്നുള്ള പേരും. അതുകൊണ്ടാണ് ഈ ഹിന്ദു സർവകലാശാല, ഹിന്ദു സ്കൂള്, ബാനി ബസന്റ് ബനാറസിൽ സ്ഥാപിച്ച ഹിന്ദു സെൻട്രൽ സ്കൂള്, നമുക്കറിയാം ഹിന്ദു പത്രം എന്ന് പറഞ്ഞാൽ അതൊരു മതത്തിന്റെ പത്രമല്ല, അതൊരു രാജ്യത്തിന്റെ പേരായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. ജയ് ഹിന്ദ് എന്ന് പറയുന്നത് ഒരു മതവിഭാഗം ജയിക്കട്ടെ എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിനെ യോജിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് അത് ജയ് ഹിന്ദ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രത്തിനെ മൊത്തമായിട്ട് വിളിച്ചിരുന്ന ഒരു പേരാണ് ഹിന്ദു എന്നുള്ളത്, അല്ലാതെ ഒരു മതത്തിനായിട്ട് വിളിച്ചിരുന്നതല്ല. അവിടെ പിന്നെ ഒരുപാട് മതങ്ങൾ ആ ദർശനങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതേ ഇതുള്ളൂ. നമ്മൾ സാധാരണ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിനെ പറയുന്നത് അറബിക്കടൽ എന്നാണ്. എന്തുകൊണ്ട് അറബിക്കടൽ എന്ന് പറയുന്നത്? അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അറബ് മേഖലയിലുള്ളവർ ആ കടലിലൂടെയാണ് ഭാരതത്തിലേക്ക് വന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ അറബ് മേഖല എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മാത്രമല്ല, അറബ് മേഖലയിലുള്ള പല രാജ്യങ്ങളെയും മൊത്തം കൂട്ടിയിട്ട് പറയുകയാണ് അറബികൾ, അറബ് മേഖല. അതാണ് അറേബ്യൻ സീ, അറബിക്കടൽ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. അപ്പോൾ അവിടെ നമ്മളൊരു മതത്തെ ആയിട്ട് യോജിപ്പിക്കുന്നില്ല. അവിടെ ഒരു സംസ്കാരത്തെ, അല്ലെങ്കിൽ ഒരു ഭൂവിഭാഗത്തെ മൊത്തത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പല പല രാജ്യങ്ങളാണെങ്കിലും പണ്ട് വിളിച്ചിരുന്നത് മൊത്തമായിട്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ തന്നെ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. സൗത്ത് ഉള്ള ആൾക്കാരെ പണ്ട് നോർത്തുള്ള ആൾക്കാർ മദിരാശികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ ഈ മദിരാശികൾ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ കേരളവും തമിഴ്നാടും ഒക്കെ വന്നവരൊക്കെ മൊത്തത്തിൽ നിന്നാണ് മദിരാശികൾ എന്നാണ് വിളിച്ചിരുന്നത്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു സംസ്ഥാനത്തിന്റെ പേരിലാണ്. അതേപോലെ തന്നെ കേരളത്തിൽ വടക്ക് ഭാഗത്തുള്ള ആൾക്കാരെ മലബാർ, കേരളീയരെ തന്നെ മലബാർ എന്നാണ് വിദേശ രാജ്യങ്ങളിൽ ചിലരും, അതുപോലെ തന്നെ ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ ചിലരും ഒക്കെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, മലബാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഭൂവിഭാഗത്തിലുള്ള മൊത്തമുള്ള ആൾക്കാർ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ഒരു മതത്തിൻ്റെതായിട്ടുള്ള വേർതിരിവൊന്നുമില്ല, മൊത്തം ഒരു ദേശത്തിൻ്റെതായിട്ടുള്ള ഒരു സൂചകമാണ് അവിടെയുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ വാക്ക്, ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു എന്ന പത്രം, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, അതുപോലെ തന്നെ ഹിന്ദു ബനാറസിലെ ഹിന്ദു സർവകലാശാല, ബനാറസിലെ ഹിന്ദു സെൻട്രൽ സ്കൂൾ. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ പേരായിട്ടാണെങ്കിലും നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി കണ്ടാൽ അത് ഈ കാലഘട്ടത്തിൽ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നുള്ളത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു മത രീതിയിൽ വന്ന സമയത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകളിലൊക്കെ മതം എന്നുള്ള രീതിയിൽ എഴുതുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ജനങ്ങളെ മതത്തിന്റെ വിഭാഗത്തിൽ തിരിച്ചിട്ടുള്ള ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഹിന്ദു എന്നുള്ളത് മറ്റുള്ളൊരു മതം പോലെ തന്നെ ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു റിലീജിയൻ എന്നുള്ള രീതിയിലും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും അതിനപ്പുറത്ത് ഹിന്ദു എന്നുള്ളത് ഒരു ദേശീയത തന്നെയാണ്. ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും യോജിപ്പിക്കുന്ന, എല്ലാ ജനങ്ങളെയും ഭാരതീയർ എന്ന് പറയുന്നത് പോലെ തന്നെ
ആ ഒരു ശബ്ദത്തിനുള്ള ഒരു പകരമായിട്ടുള്ള ഒരു ശബ്ദമാണ് ശരിക്കും ഹിന്ദു എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ എന്താണ് നദീതീരങ്ങളിലായിരുന്നു ജനവാസ മേഖല. അതുകൊണ്ടാണ് നദീതീരങ്ങളിൽ സംസ്കാരം ഉണ്ടായത്. നമ്മൾ സിന്ധു സംസ്കാരം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഗംഗാ നദി, സിന്ധു നദി, അതുപോലെ തന്നെ നർമ്മദ, കാവേരി, ഗോദാവരി, ഇങ്ങനെ നദീതീരങ്ങളിലായിരുന്നു ആൾക്കാർ അധിവസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നദീതീരങ്ങളിൽ ജനവാസ മേഖലയായിരുന്നു. കാരണം കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെ ക്രമേണ എന്താണ് വലിയ പട്ടണങ്ങളുണ്ടായി. ഇന്നത്തെ എന്താണ് ബനാറസ്, കാശി എന്നൊക്കെ പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള വലിയ പട്ടണങ്ങളാണ്. അന്നത്തെ വലിയ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെയാണ് കാശി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജനവാസ മേഖലകളിലായിരുന്നു പണ്ട്, നദീതീരങ്ങളിലായിരുന്നു പണ്ട് ജനവാസ മേഖല ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഭാരതത്തിന്റെ മറ്റ് വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത്, കരമാർഗം വരുന്ന സമയത്ത് ഒരുപക്ഷെ എന്താണ് ആദ്യം കാണുന്ന രീതിയിലുള്ള ഒരു മേഖല എന്നുള്ള രീതിയിലാണ് സിന്ധു നദിക്ക് അത്ര കൂടെ പ്രാധാന്യം ഉണ്ടായിരുന്നതും. സിന്ധു നദീ തീരത്ത് താമസിച്ചിരുന്നവരെ സൈന്ധവർ എന്നുള്ള രീതിയിൽ, പിന്നീട് എന്താണ് ഹൈന്ദവർ, ഹിന്ദു എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിച്ചു തുടങ്ങിയത് ഏറ്റവും പ്രാധാന്യം ആ നദിക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ ആണ് മറ്റുള്ളവർ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും തന്നെ മുമ്പേ തന്നെ, വളരെ വർഷങ്ങൾക്ക്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഭാരതത്തിലെ പല ഗ്രന്ഥങ്ങളിലും ഹിന്ദു എന്ന വാക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ അത് പരാമർശിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് ഒരു വലിയ പ്രദേശത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഒരൊറ്റ സംസ്കാരവും ഒരൊറ്റ ചിന്തയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്താണ് നമ്മുടെ ഭാരതത്തിന്റെ ഈ സംസ്കാരത്തെക്കുറിച്ചോ പൗരാണികതയെക്കുറിച്ചോ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങ് ഇവിടെ തെക്കേ മുനമ്പിൽ കന്യാകുമാരിയിൽ അവിടെ വരണ്യമാല്യവുമായി നിൽക്കുന്ന ശ്രീ പാർവതി ദേവി, അതായത് കന്യാകുമാരി ദേവി. ഈ പാർവതി ദേവി ആരുടെ കഴുത്തിൽ മാല ചാർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ വരണ്യമാല്യവുമായിട്ട് നിൽക്കുന്നത്? അവിടെ ഹിമാലയത്തിലുള്ള ശ്രീ പരമേശ്വരന്റെ കഴുത്തിൽ മാല ചാർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മാലയുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഭൂവിഭാഗം, അതായത് അങ്ങ് തെക്ക് കന്യാകുമാരിയിൽ നിന്ന് വടക്ക് ഹിമാലയം വരെയുള്ള ഭൂവിഭാഗത്തിൽ അധിവസിച്ചിരുന്ന ജനങ്ങളെയൊക്കെ മൊത്തത്തിൽ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു ഹിന്ദു എന്നുള്ളത്. അതായിരുന്നു ഹിന്ദു ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് തന്നെയാണ് എന്താണ് ആർഷഭാരതം എന്നും അവിടെ എന്താണ് നിവസിച്ചിരുന്ന ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ദർശനങ്ങളാണ് എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല. അതായത് നമ്മുടെ എന്താണ് ദേശം, പിന്നെ എന്താണ് സംസ്കാരം, പിന്നെ മതം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മതം, ഇതൊക്കെ എന്താണ് ഒറ്റ ഒന്നും മാത്രമേ ആ സംസ്കാരത്തെ തന്നെയായിരുന്നു ഈ രീതിയിൽ വിശേഷിപ്പിച്ചത്. അല്ലാതെ അവിടെ മതം എന്നുള്ള രീതിയിലുള്ള ചിന്ത ഉണ്ടായിരുന്നു. മതം എന്ന ശരിക്കും വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാണ്. ദർശനം, ഓരോ ദർശനം ഒന്നിന് തന്നെ പല ദർശനങ്ങൾ ഉണ്ടാവും, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മതരീതിയിലുള്ള വേർതിരിവ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ എന്താണ് ഒരു ഭൂവിഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾക്കൊക്കെ എന്താണ് അവരൊക്കെ ഒരൊറ്റ സംസ്കാരമുള്ളവരായിരുന്നു. മതം എന്നുള്ള രീതിയിലൊരു വിഭാഗീയത പണ്ടുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതം എന്ന് പറയുന്നതും എന്താണ് ഹിന്ദ് എന്ന് പറയുന്നതും ആർഷ എന്ന് പറയുന്നതും സനാതനം എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ സംസ്കാരവും മതവും ദേശീയതയും ഒക്കെ വ്യത്യസ്തമല്ല, അതൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നന്ദി, നമസ്തേ.